അപ്പോ നമ്മുടെ ലൂസിഫർ സീരീസിലെ ഇന്നത്തെ ക്യാരക്ടർ ബൈജു. ഇത്രയും നാൾ അപ്പുറത്ത് നോക്കിയപ്പോ നിനക്ക് തോന്നിയില്ലടേ ഇപ്പുറത്ത് ഒരുത്തൻ കാണുമെന്ന്? ഒരു മര്യാദ വേണ്ടേ? അപ്പോ ബൈജുവിനെ പറ്റി പറയുകയാണെങ്കിൽ ലൂസിഫർ സിനിമയിൽ IUF പ്രവർത്തകനായിട്ട് നമുക്ക് മുന്നിൽ കാണിച്ചു. പക്ഷെ ലാസ്റ്റ് ആണ് നമുക്ക് മനസ്സിലായതല്ലേ, ഒരു സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഒരാളെ പോലെ ഒരാളെ പോലെയാണ് നമുക്കത് ലാസ്റ്റ് നമുക്ക് ഒരു ട്വിസ്റ്റ് പോലെ കാണാൻ പറ്റും. അപ്പോ പിന്നെ ഷാജോണിനെ കൊല്ലുന്നത് സെയിം ആളാണ് അല്ലെ. പിന്നെ 1981 മുതൽ സിനിമയിൽ കയറിയ ഒരാളാണ് ബൈജു എന്ന് പറഞ്ഞാൽ. കുറെ സിനിമകൾ ബൈജുയുടെ ബൈജു അത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ചെറുപ്പം മുതലുള്ള ബൈജുയുടെ ഒരുപാട് സിനിമകളുണ്ട്. കോട്ടയം കുഞ്ഞച്ചൻ എന്നൊക്കെ സിനിമയിൽ, അതുപോലെ ഏതാണ് വടക്ക് നോക്കി യന്ത്രം അല്ലെ, അങ്ങനെ ഇഷ്ടം പോലെ ചെറുപ്പത്തില് അഭിനയിച്ച അടിപൊളി സിനിമകളുണ്ട്. നല്ല രസമാണ്, നല്ല സംസാരവും ഒക്കെ, ഒരു തിരുവനന്തപുരം ഭാഷയും, ഒരു നല്ല രസമുള്ള ഒരു ആക്ടറാണ്. അപ്പോ എമ്പുരാനിലും നല്ലൊരു വേഷം പുള്ളിക്ക് ഉണ്ടാവും, നല്ലൊരു സ്ക്രീൻ ടൈം തന്നെ പുള്ളിക്ക് ഉണ്ടാവും അല്ലെ. അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. പുള്ളിനെ സിനിമയിൽ എത്തിച്ചതിന്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് നമ്മൾ കൊടുക്കേണ്ടത് ബാലേന്ദ്ര മേനോൻ എന്ന മലയാള സിനിമയുടെ ഏറ്റവും മികച്ച ആക്ടർക്കാണ്. പുള്ളീന്റെ 1981 മണിയൻപിള്ള രാജുവിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഇറക്കിയ മണിയൻപിള്ള അഥവാ മണിയൻപിള്ള എന്ന സിനിമയിലാണ് ബൈജു ആദ്യമായിട്ട് സിനിമാ രംഗത്തേക്ക് വരുന്നത്. അതിനുശേഷം പുള്ളിയുടെ തന്നെ കേൾക്കാത്ത ശബ്ദം, ഏപ്രിൽ 18 തുടങ്ങിയ സിനിമകളിലും ബൈജു മുഖം കാണിച്ചു. അപ്പൊ പുള്ളിനെ കണ്ടിന്യൂസ് ആയി അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിന്റെ മൊത്തം ക്രെഡിറ്റും ബാലേന്ദ്ര മേനോൻ എന്ന ഡയറക്ടർക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെയാണ് പുള്ളി ഒരു കുട്ടി തഗ് ലൈഫ് ആക്ടർ നിലയിൽ നിന്ന് ഒരു നല്ലൊരു ക്യാരക്ടർ ആക്ടർ എന്നുള്ള നിലയിലേക്ക് പുള്ളി വളർന്നത്. ഇപ്പോ പുള്ളി കോമഡി കഥാപാത്രങ്ങൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ജയറാമിന്റെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പടം ഇറങ്ങുന്നു, പട്ടാഭിരാം എന്നുണ്ട്. അതിലും ബൈജു നല്ലൊരു ക്യാരക്ടറിനെയാണ്, ഒരു ഫുഡ് ഇൻസ്പെക്ടറുടെ റോളൊക്കെ ചെയ്തിട്ട് നല്ലൊരു മെസ്സേജ് ഉണ്ടായിരുന്നു ആ പടത്തിൽ. കണ്ണൻ താമരക്കുളം എന്ന ഡയറക്ടറിനാണ് പട്ടാഭിരാം എന്ന സിനിമ. ആട് സിനിമയിലല്ലേ, അതും നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു. അതിനുശേഷം പിന്നെ ലൂസിഫർ എന്ന് പറഞ്ഞ പടത്തിലാണ് കുറച്ചും കൂടി നല്ലൊരു ക്യാരക്ടർ ശ്രദ്ധ നേടിയത്. അല്ലെ ഇൻട്രോ സീനിൽ തന്നെ മറ്റേ ഒരു വിഗിന്റെ സീനൊക്കെ കാണിക്കുന്നത്, എനിക്ക് ആ സീന് കണ്ടപ്പോൾ തന്നെ അന്നത്തെ സമകാലിക പ്രസക്തിയുള്ള ഒരു വിഷയമായിട്ട് റിലേറ്റഡ് ആയിട്ട് തോന്നി. അതിന്റെ ഒരു സ്പൂഫായിട്ട് അത് പ്രസന്റ് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അതേപോലെ തന്നെ ലൂസിഫറിലെ പല കഥാപാത്രങ്ങളും പല പ്ലോട്ട് ട്വിസ്റ്റുകളും പല മൊമെന്റ്സും അന്നത്തെ സമകാലീന രാഷ്ട്രീയത്തിൽ നിന്ന് നടത്തിയെടുത്ത പോലെ നേരെ ഒരു മിറർ, ഒരു കണ്ണാടി പോലെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആ ട്രാൻസിഷൻ സീനും നല്ല അടിപൊളിയായിരുന്നു. വിത്ത് പഞ്ച് ഡയലോഗിലൂടെ ഒരു മര്യാദക്ക് വേണ്ടെന്നുള്ള സീനും. അതിലാണ് നമ്മൾ സ്റ്റീഫന്റെ ആളാണ് മുരുകൻ എന്നുള്ളത് സത്യം നമ്മൾ തിരിച്ചറിഞ്ഞത് ആ ഒറ്റ സീനിലാണ്. അതുകൊണ്ട് തന്നെ എമ്പുരാനിലും തീർച്ചയായിട്ടും സ്റ്റീഫന്റെ പാസ്റ്റ് പറയുമ്പോൾ മുരുകൻ തീർച്ചയായിട്ടും ഒരു ഭാഗം തന്നെ ആയിരിക്കും. എന്തായാലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ബൈജു റിയൽ ലൈഫിൽ എത്രമാത്രം ആറ്റിറ്റ്യൂഡും ആ ഒരു എസൻസും കാണിച്ചിരിക്കുന്നു. അതിന് തന്നെ ഒരു എക്സ്റ്റൻഷൻ പോലെയാണ് ലൂസിഫറിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആ മൊത്തം ആ ഒരു റോ ആറ്റിറ്റ്യൂഡ് ബൈജുവിന്റെ, ആ ഒരു നിമിഷ നേരം കൊണ്ട് ആ തമാശ പറയാനും നിമിഷ നേരം കൊണ്ട് ആ ഒരു സിറ്റുവേഷനെ തന്നെ മാറ്റിമറിക്കാനുള്ള ആ കഴിവ് ആ ലൂസിഫറിലേക്ക് അതേപോലെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത പോലെയായിരുന്നു എനിക്ക് ആ കഥാപാത്രത്തെ കുറിച്ച് നല്ല രീതിയിൽ തോന്നിയത്. എന്തായാലും ലൂസിഫറിലെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചും മികച്ചതായിട്ടുള്ള ഒരു പെർഫോമൻസ് നമുക്ക് എമ്പുരാനിൽ തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. കാരണം സ്റ്റീഫൻ എത്രമാത്രം പ്രാധാന്യമുണ്ടോ അതിനോടൊപ്പം തന്നെ എന്തായാലും പ്രാധാന്യം മുരുകനുണ്ടാവും. വിശ്വസ്തനായ ഒരു ഹെൻച്ച്മാൻ. യെസ്, തീർച്ചയായിട്ടും.